മൈൻഡ് സെറ്റ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ വെക്കണം? നിങ്ങളൊരു ജോബിലിരിക്കാൻ ഞാൻ വെച്ചാലും ബിസിനസ് ചെയ്യാൻ വെച്ചാലും ഓണ്ടർപ്രണർഷിപ്പിലിരിക്കാൻ ഞാൻ വെച്ചാലും നിങ്ങളെ കോച്ച് ചെയ്യാനൊരു കോച്ചും നിങ്ങൾക്കൊരു മെൻറ്ററും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് അടി കിട്ടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവർ ഭയങ്കരമായിട്ട് നമ്മളെ പ്രോബ്ലത്തിൽ കൊണ്ടുവരും. പക്ഷെ നമ്മുടെ മൈൻഡ് നെഗറ്റീവ് ആവാൻ പാടില്ല. നിങ്ങൾക്കൊരു നമ്പർ 1 ആവണോ? സഹിച്ചേ പറ്റുള്ളൂ. ഒരുപാട് സഹിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ആക്റ്റീവായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാലും നിങ്ങളവർ നീ ഇനിയും ചെയ്യണം, ഇനിയും ഇമ്പ്രൂവ് ആവണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മളുടെ ലൈഫിൽ നമുക്ക് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഗുണം നമ്മൾക്ക് ഹൈ പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പോൾ വെൽനെസ്സിൽ എനിക്ക് 25 വർഷത്തെ റിച്ച് ആൻഡ് സക്സസ്ഫുൾ എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ സീനിയർ കോച്ചുകളുണ്ട്. അവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് എടുത്താൽ ഞാനും ഒരു സീനിയർ വെൽനെസ് കോച്ചാണ്, എന്നോടൊക്കെ ഇങ്ങനെ പറയാൻ പാടും, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ തോന്നാം നമുക്ക്. പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് പോലെ അവിടെ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജോബിൽ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സീനിയേഴ്സ് ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഒരുപാട് ആൾക്കാർ ഒരു മേഖലയിൽ വന്ന് സക്സസ് ആവാത്തതിൻ്റെ കാരണം ഈഗോ. ഒരിക്കലും അത് പാടില്ല. നല്ല ഈഗോ നമുക്ക് നിറയെ വേണം. അത് നമ്മളുടെ വളർച്ചയ്ക്കുള്ള ഈഗോ ആയിരിക്കും. എവിടെ നമുക്ക് താഴ്ന്നു നിൽക്കണം, എവിടെ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, എവിടെ നമുക്ക് അച്ചീവ് ആവാനുള്ള ആശയങ്ങൾ മുന്നോട്ടെടുത്ത് വർക്ക് ചെയ്യണം. എനിക്ക് നമ്പർ 1 ആവാനായിട്ട് ഞാൻ എൻ്റെ മേഖലയിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതും ആക്ഷനിലേക്ക് വരേണ്ടതും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിലും നമ്പർ 1 ആയിട്ട് ഞാൻ ചെയ്യും. കാരണം എനിക്ക് നമ്പർ 1 ആയേ പറ്റുള്ളൂ. നിങ്ങൾക്കും അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തോളൂ. പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു കാര്യം, എന്തടാ എന്ന് ചോദിച്ചാൽ ഏതടാ എന്ന് പറയും. പക്ഷേ നമുക്ക് വലിയ രീതിയിലേക്ക് ആവാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കൊന്ന് സംയമനം പാലിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലേക്കാവും. ആര് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നോ അവരെ പോലും വലുതാവാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഞാൻ അതിന് ട്രൈ ചെയ്യണോ? നിങ്ങളും ട്രൈ ചെയ്തോളൂ.